ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേഹവേ രഘുനാഥായ സീതായ പതയേ നമഃ. കോജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകിരിസംഭൂതൻ രാമം ഭോ നിധിസംഗത ശ്രീഭദ്രമായണീ ഗംഗപുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 137 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൊട്ടുമുമ്പ് നമ്മൾ കണ്ടത് സ്വയംപ്രഭയുടെ ഗുഹയിൽ നിന്ന് പുറത്തു വന്ന് സമുദ്രതീരത്ത് എത്തിപ്പെട്ട ബാലന്മാർ കടക്കാൻ പ്രയാസമായ ഈ സമുദ്രം കണ്ട് അകപ്പാടെ പരിഭ്രമിതരാവുകയും പ്രായോപവേശം ചെയ്ത് ജീവൻ കളയാൻ തീരുമാനിച്ച് അവിടെ കിടക്കുകയും ചെയ്ത സമയത്ത് ആ പർവ്വത ഗുഹയിൽ നിന്ന് സമ്പാദി എന്ന് പറയുന്ന പക്ഷി പുറത്തു വന്നതും അവർ തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ ജടായുവിനെ പറ്റിയും സമ്പാദിയും ജടായും തമ്മിൽ പണ്ട് നടന്ന മത്സരത്തെ പറ്റിയൊക്കെ സമ്പാദി പറഞ്ഞു. രാവണനാണ് സീതയെ അപഹരിച്ചതെന്നും ലങ്കയിൽ സീത ഉണ്ടെന്നും ഉറപ്പായി പറയുകയും ചെയ്തു സമ്പാദി. അതിനുശേഷം സമ്പാദിക്ക് ചിറകുകൾ മുളച്ചു വന്നു, സമ്പാദി പോവുകയും ചെയ്തു. അതിനുശേഷം ഈ വാനരന്മാരെ എന്തൊക്കെ ചെയ്തു എന്നാണ് 64-ാം സർഗം നമുക്ക് പറയുന്നത്. 67-ാം സർഗത്തോട് കൂടിയിട്ട് കിഷ്കിന്ധാകാന്ഡം അവസാനിക്കാൻ പറയാണ്. ആഖ്യാതാഗൃത്രരാജേണ സമുൽപ്ലുത്യ പ്രവംഗമാ സംഗത പ്രീതി സംയുക്താവിനേതു സിംഹവിക്രമ. ഈ സമ്പാദി പോയി കഴിഞ്ഞപ്പോൾ സമ്പാദിയിൽ തങ്ങൾക്ക് വളരെ കൃത്യമായ സൂക്ഷ്മമായ വിവരം സീതയെപ്പറ്റി ലഭിച്ചുവല്ലോ. അതുകൊണ്ട് അവർ ആ പാടെ സന്തോഷിച്ചു എന്നാണ്. വിനേതു, അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. സംഗത പ്രീതി സംയുക്താവിനേതു സഹവിക്രമ സമ്പാദേർവചനം ദൃത്വാഹരയോ രാവണക്ഷയം ഹൃഷ്ട സാഗരമാജഗ്മു സീതാദർശന കാക്ഷിണ. സീതയെ കണ്ടുപിടിക്കാൻ ആകാംക്ഷ പിടിക്കുന്നവർ സന്തോഷത്തോടു കൂടിയിട്ട് ആ സമുദ്രതീരത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തുള്ളുകയൊക്കെ ചെയ്ത് വാനന്മാരാണ് ആ ചാവല്യത്തനുസരിച്ചൊക്കെ ചെയ്തു. പിന്നെയാണ് ഈ സാഗര തരണം, കടൽ കടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഇത് അത്ര എളുപ്പമല്ല. ഇപ്പോൾ തൽക്കാലം സീത കടലിനക്കരയാണുള്ളതെന്ന് മനസ്സിലായിരുന്നേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും നടന്നു കഴിഞ്ഞില്ല. അപ്പോൾ അവിടെയാണ് എന്താണ് ദക്ഷിണസ്യ സമുദ്രസ്യ സമാസോദ്യ ഉത്തരാം ദിശം സന്നിവേശം ചക്രു ഹരിവീര മഹാബല. സമുദ്രത്തിൻ്റെ വടക്കേ കരയിൽ, കരയുടെ തെക്ക് ഭാഗത്താണ് സമുദ്രം. അതിലെ അവിടെ നിൽക്കുന്നവർ ആ സമുദ്രം നോക്കി അത്ഭുതകരമായ സമുദ്രമാണ്. പ്രസുപ്ത വിയോജന്യത്ര ക്രീഡന്ത വിയോജന്യത കൊതിൽ പർവ്വതമാത്രയിച്ച ജലരാശിഭിരാവൃതം സങ്കുലം ദേവ ദാനവേന്ദ്രയിച്ച പാതാളതലവാസിഭി. ആ സമുദ്രത്തെ കുറേ ശ്ലോകങ്ങളെ കൊണ്ട് വിവരിക്കുകയാണ്. അതെങ്ങനെയുള്ളതാണ്? ജലഭാഗത്ത് ഉറങ്ങിയ പോലെ കിടക്കുന്നതാണ് കടലിൻ്റെ ഭാഗം. ചിലയ്ക്ക് വലിയതായ തിരമാലകളുടെ കൂട്ടമുണ്ട്, ചിലയിടത്ത് തുള്ളിത്തുളുമ്പുന്നതാണ്, ചില സ്ഥലങ്ങൾക്ക് പാതാള നിവാസികളായ ദാനവേന്ദ്രന്മാരോട് കൂടിയതാണ്. ഇതൊക്കെ കണ്ടിട്ട് വിഷണ്ണം വാഹിനി ദൃഷ്ട്വാ സാഗരസ്യ നിരീക്ഷണാത്. അതിഭീകരമായ സമുദ്രം കണ്ടിട്ട് അവർ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചു എന്നാണ്. ആശ്വാസയാമാസഹരിൻ ഭയാർത്തൻ ഹരിൻ നമ. അവരിങ്ങനെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഈ യോഗ്യന്മാരായിരിക്കുന്ന അവരോട് പറഞ്ഞു എന്നാണ്. വിഷണ്ണരായി നിൽക്കുന്ന ആ വാനരസേനയെ സേനാപതിയായിരിക്കുന്ന അംഗദൻ സമാധാനിപ്പിക്കുകയാണ്. അംഗദൻ പറഞ്ഞു, ന വിഷാദേ മനഃകാര്യം വിഷാദോ ദോഷഭക്തര. വാനന്മാരെ നമ്മൾ വിഷാദിക്കരുത്. വിഷാദം കാര്യസാധ്യത്തിന് എപ്പോഴും വിപരീതമായി തീരും. മനസ്സിൽ വിഷാദം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉത്സാഹമൊക്കെ കുറയും. അതുകൊണ്ട് നമുക്ക് ആലോചിക്കാം, എങ്ങനെയാണ് സമുദ്രം കിടക്കുന്നത് ആലോചിക്കാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി ഇങ്ങനെ കഴിഞ്ഞു. തസ്യാൻ രാത്രിയാം വ്യതീതായാം അംഗദോ വാനരൈ സഹ. പിറ്റേന്ന് പുലർന്നപ്പോൾ ആ രാത്രി കഴിഞ്ഞപ്പോൾ അംഗദൻ എല്ലാ വാനന്മാരെയും വിളിച്ചു കൂട്ടിയിട്ട് അതിനെപ്പറ്റി ആലോചിക്കാൻ അവരോട് പറഞ്ഞു, നമുക്ക് ഇതാനും മഹാതേജാലങ്കയിഷ്യതി സാഗരം. നമ്മളെ കൂട്ടത്തിൽ മഹാകേമന്മാരായിരിക്കുന്ന ആളുണ്ട്, വീരപരാക്രമികളുണ്ട്.
ഇഷ്ടംപോലെ കായിക ബലമുള്ളവരുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ കൂടി കോവീരായോജനശതം ലംഘയേത പ്ലവംഗമ, ഇക്കൂട്ടത്തിൽ ആരാണ് സമുദ്രം കടന്നിട്ട് നമ്മളുടെ കാര്യം സാധിക്കുക? ആരാണ് സീതയെ കണ്ട് തിരിച്ചു വരിക? അവരാണ് നമുക്ക് മുഴുവൻ രക്ഷകരായിത്തീരുന്നത്. അതുകൊണ്ട് പറയാണ് കസ്യപ്രസാദാദാനാം സ പുത്രം ചൈവ വിധാനിജ. ആരുടെ പ്രസാദം കൊണ്ട്, ആരുടെ പ്രവൃത്തി കൊണ്ടാണോ നമ്മൾക്ക് ഭാര്യയും മക്കളെയൊക്കെ കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ, സമുദ്രം ലംഘിച്ച് സീതയെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് നമുക്ക് സുഗ്രീവൻ്റെ അടുത്തേക്ക് പോവാം. അതിനാരാണ് സഹായിക്കുക? അതുകൊണ്ട് ഓരോ ആളും തങ്ങൾക്കുള്ള കഴിവ് പറയൂ. ഇത് 100 യോജന ഉള്ളതാണ് സമുദ്രം. അതുകൊണ്ട് അത് എളുപ്പമല്ല. അതുകൊണ്ട് പറയും എരികസ്തി സമർത്ഥോ വസാഗരെ പ്ലവനേ ഹരി. ഏതെങ്കിലും ഒരു വാനരൻ ഈ സമുദ്രം കിടക്കാന്നൊക്കെ ശക്തനും സമർത്ഥനൊക്കെ ആണെങ്കിൽ അയാളാണ് നമുക്കൊക്കെ. അയാളെന്ത് ചെയ്യുന്നു? സദലാത്തിഹ ന ശീഘ്രം പുണ്യം അഭയദക്ഷിണം. അങ്ങനെ ആ സമുദ്രം ചാടിക്കടന്ന് വരുന്നവൻ നമുക്ക് പുണ്യമായിരിക്കുന്ന അഭയത്തെ ദാനം ചെയ്യുന്നവരാണ്. അതോടുകൂടി നമ്മൾ ഭയമൊക്കെ ഇല്ലാതാവും, നമുക്ക് അഭയം ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓരോ ആളും ഇങ്ങനെ വിചാരിച്ചു, സ്വംസം ഗതോ സമുത്സാഹ മോജസ്തത്വ യഥാക്രമം. ഓരോ ആളും പറഞ്ഞു നിങ്ങൾക്ക് എത്രത്തോളം ചാടാൻ സാധിക്കും. എന്നാൽ ചുരുക്കത്തിൽ അംഗത പറഞ്ഞാൽ താല്പര്യം 100 യോജന ഉണ്ടല്ലോ. ഓരോ ആളും അവനവൻ്റെ കഴിവിനെ പറ്റി പറയൂ. എന്നിട്ട് ആലോചിക്കാതെ പറഞ്ഞപ്പോൾ ഓരോ ആളും ഓരോളായിട്ട് പറഞ്ഞു എന്നാണ്. പ്രധാനപ്പെട്ട വാനരന്മാർ ഗജോ ഗവാക്ഷോ ഗവയ ശരഭോ ഗന്ധമാദന മൈന്ദസ്ഥ ദിവിദൈവ സുഷേണോ ജാമ്പവാന സ്വഥാ. ഇവരൊക്കെ അവരവൻ്റെ കഴിവുകളെക്കുറിച്ച് തങ്ങൾക്ക് ഇത്ര ചാടാൻ സാധിക്കുന്നു പറയാൻ. ഈയുടെ ഭാഗത്ത് ഗജൻ ഗവാക്ഷൻ ഗവയൻ ശരഭൻ ഗന്ധമാദനൻ മൈന്ദൻ വിവിധൻ സുഷേണൻ ജാമ്പവാൻ 9 ആളെ പേരാണ് കാര്യമായി എടുത്തു പറഞ്ഞത്. അതിൽ ഗജൻ ആദ്യത്തെ ആൾ പറഞ്ഞു ദശയോജനം, ഞാൻ 10 യോജന ചാടാം എന്ന് പറഞ്ഞു. നമുക്കിത് വളരെ രസമായിട്ടാണ് തോന്നുന്നത്. കാരണം 100 യോജനയുണ്ട് സമുദ്രം ഉറപ്പിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ 10 യോജന ചാടാമെന്ന് ഒരാൾ പറയുന്നത് എന്താ അതുകൊണ്ട് പ്രയോജനമുള്ളത്? കാരണം ഇത് ഒരു റിലേ പോലെ ബാക്കി വേറെ കൊള്ളാൻ പറ്റില്ലല്ലോ, സമുദ്രം ചാടി കിടക്കുകയാണ്. അപ്പോൾ ഒരാൾ തന്നെ ചെയ്യണം, 4-5 ആൾ കൂടി ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ പിന്നെ അതൊരു രസമാണ്. ഒരാൾ ഓരോന്ന് പറയാണ് ഞാൻ 10 യോജന ചാടിക്കൊള്ളാമെന്നാണ്. അതുകൊണ്ട് നടരാജ ഗുരു പറയുന്നുണ്ട്, ഈ കർമ്മവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസത്തെ വിശദീകരിക്കുമ്പോൾ ഒരിക്കലും പറയും, ജ്ഞാനം അതിൽ തന്നെ പൂർണ്ണമാണ്. എത്ര അറിഞ്ഞോ അത്ര അറിഞ്ഞൊന്നുമില്ല. കർമ്മം അങ്ങനെയല്ല. കർമ്മം പൂർത്തിയായാൽ മാത്രമേ പ്രയോജനമുള്ളൂ. ഒരാൾ കടലിൽ ഞാൻ പകുതി ചാടാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? പകുതി ചാടാൻ കടലിൽ വീഴുകയുള്ളൂ. കിണർ പകുതിയിൽ ചാടാന്ന് പറഞ്ഞാൽ കിണറ്റിൽ വീഴുന്ന അർത്ഥം. അപ്പം അങ്ങേ തലവരെ ചാടാൻ കഴിയുന്നവർക്കേ പ്രയോജനമുള്ളൂ. എന്നാലും ഓരോ ആളോട് പറഞ്ഞുകൊണ്ടായിരിക്കാം. ഓരോ ആൾ പറഞ്ഞു, ഗജൻ പറഞ്ഞു ഞാൻ 100 യോജന ചാടാന്നോ, അല്ല 10 യോജന ദശയോജനം. ഗവാക്ഷം പറഞ്ഞു ഗമിഷ്യാവീതി വിംശതിയും, ഞാൻ 20 യോജന ചാടാന്ന് അയാൾ പറഞ്ഞു. ശരഭൻ പറഞ്ഞു ത്രിശതം ഗമിഷ്യാമി, ഞാൻ 30 ചാടാന്ന് അയാൾ പറഞ്ഞു. ഋഷഭം പറഞ്ഞു തത്വാരിംശത്, ഞാൻ 40 യോജന ചാടാന്ന് ഋഷഭം പറഞ്ഞു. ഇങ്ങനെ രസമാണ്. ഓരോ മൈന്ദൻ പറഞ്ഞത് താൻ 60 യോജന ചാടാന്ന് പറഞ്ഞു. ദിവിതൻ പറഞ്ഞു 70 യോജന ചാടാന്ന് പറഞ്ഞു. സുഷേണം പറഞ്ഞു ഞാൻ അശീതിച്ച് 80 യോജന ചാടാന്ന് പറഞ്ഞു. അപ്പോൾ 20 യോജന ബാക്കിയാണ്, അത് ചാടാൻ ആരുമില്ല. അങ്ങനെ ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മഹാപ്രബലനും ബ്രഹ്മപുത്രനൊക്കെ ആയ ജാമ്പവാൻ പറഞ്ഞു, ഞാൻ വളരെ വൃദ്ധനായി കഴിഞ്ഞു. പണ്ട് ഞാൻ സാക്ഷാൽ ഭഗവാൻ വാമനായിട്ട് അവതരിച്ച് ലോകം മുഴുവൻ നിറഞ്ഞു നിന്ന സമയത്ത് ആ ഭഗവാൻ 21 വട്ടം പ്രദക്ഷിണം ചെയ്തിട്ടുള്ള ആളാണ്. ഇത്ര വിലയുണ്ട്, അത് കുറഞ്ഞ സമയത്തിനുള്ളിലാണ്. അപ്പോൾ ഈ ഭൂമണ്ഡലം മുഴുവൻ, ഭൂമണ്ഡലം എന്നല്ല എല്ലാ ലോകത്തെ അളക്കുകയാണല്ലോ വാമനം ചെയ്തത്. അങ്ങനെ പാതാളം മുതൽ ആകാശം വരെ ഉയർന്നു നിൽക്കുന്ന ആ വാമനമൂർത്തിയെ ഞാൻ അന്ന് പ്രദക്ഷിണം വെച്ചിട്ടുണ്ട്. പ്രദക്ഷിണീകൃതപൂർവം ക്രമമാണത്ര വിക്രമം, അത് വളരെ ഏത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒക്കെ പറഞ്ഞിട്ടെന്താണ്, എനിക്കിപ്പോൾ അതിനൊന്നും ശേഷിയില്ല എന്ന് പറയാൻ. ഞാൻ ഏറി വന്നാൽ എന്ത് ചെയ്യാം, 90 യോജനാനന്ദു ഗമിഷ്യാമിന സംശയ. പക്ഷെ ഇത്രയൊക്കെ വൃദ്ധരും കാലം കുറേ പ്രായമുള്ള ആളൊക്കെ ആണെങ്കിൽ ഞാൻ 90 യോജന കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും 10 യോജന ബാക്കിയാണല്ലോ, 100 യോജനയാണ് സമുദ്രം എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇതാനീമകം പ്ലവേന മന്ദവിക്രമ യൗവനേ തഥാസിന്മേ ബലം അപ്രതിമംബരം. അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ജാമ്പവാനോട് പറഞ്ഞു,
അങ്കദം പറഞ്ഞാണ് ഉപരസം. അങ്കദം പറഞ്ഞത്, ഞാൻ അഹമേതദ്ഗമിഷ്യാമി യോജനാനാം ശതം മഹത്. ഞാൻ ഈ 100 യോജന ഉള്ള സമുദ്രം ചാടിക്കടന്ന് അങ്ങോട്ട് പോവാം. പക്ഷെ എന്താ കുഴപ്പമുള്ള, നിവർത്തേനതുമേ ശക്തി ശരണവേദി നിശ്ചിതം. പക്ഷെ തിരിച്ചു വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിൽ രസമാണ്. തിരിച്ചു വന്നില്ലെങ്കിൽ ഇയാൾ സീതയെ കണ്ടുവോ എന്നൊക്കെ ഈ വാരന്മാർക്ക് അറിയുമോ? സുഗ്രീവനോട് എന്താണ് അവർ ചെന്ന് പറയുക? ഇന്നത്തെ പോലെ ഫോൺ വിളിച്ച് പറയാൻ സാധിക്കില്ലല്ലോ, ഞാനിവിടെ എത്തിയെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇയാൾ അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ എന്താണ്? അപ്പോൾ അവരെ നിസ്സഹായത കൊണ്ട് അവരിങ്ങനെ അങ്ങനെ പറയുന്ന അർത്ഥം. നമുക്കാണ് പരിഹാസ്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് വരാൻ സാധിക്കുമോ എന്നറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. എന്നാലും അയാൾ പറഞ്ഞു, നിവർത്തേനതുമേ ശക്തി ശന്നവേദി ജിതം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ ജാമ്പവാൻ പറഞ്ഞു, നമ്മളെ കേവന്മാരാണ്, പക്ഷെ എന്തായാലും ഞങ്ങൾ അല്ലയോ അങ്കദ അങ്ങയെ അയക്കില്ല. കാരണം അങ്ങ് യുവരാജാവായിരിക്കുന്ന ആളാണ്, രാജകുലത്തിൽപ്പെട്ട ആളാണല്ലോ. സുഗ്രീവ കഴിഞ്ഞാൽ രാജാവാണ്ട ആളാണ്. ഞങ്ങൾക്കൊക്കെ ഈ കൂട്ടത്തിൽ നേതാവായിരിക്കുന്നത് അങ്കദനാണ്. അതുകൊണ്ട് യജമാനായിരിക്കുന്ന ഞങ്ങളെയൊക്കെ വേണ്ടതുപോലെ നിർദ്ദേശിച്ച് പ്രവൃത്തി ചെയ്യിപ്പിക്കേണ്ടവരാണ്. അപ്പോൾ ആളെ അയക്കേണ്ടവനായ അങ്ങയെ ഞങ്ങളിങ്ങനെ അയക്കും? അങ്ങ് ഞങ്ങളെ പറഞ്ഞേക്കാണ് വേണ്ടത്. ഇന്നേക്ക് പോകണം, ഇന്നയാൾ ഇന്ന് ചെയ്യണം എന്നൊക്കെ ഉപദേശമോ നിർദ്ദേശമോ ആജ്ഞയൊക്കെ നൽകേണ്ട ആളാണ് അങ്കദൻ. അങ്ങനെയുള്ള അങ്കദൻ ഞങ്ങളെന്തായാലും പറഞ്ഞേക്കില്ല. വേറെന്താ വഴി നോക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആലോചിച്ചിട്ട് ആ ജാമ്പവൻ പറഞ്ഞു, ഈ പണി, ഈ സമുദ്രതരണം ചെയ്യാൻ പറ്റിയൊരാളെ ഞാൻ പ്രേരിപ്പിക്കാമെന്ന് പറഞ്ഞു. അതാരാന്നും ആദ്യം പറയുന്നില്ല. എന്നിട്ട് ഒറ്റയ്ക്കിരിക്കുന്നവനായ, ഒന്നും മിണ്ടാതിരിക്കുന്നവനായ സാക്ഷാൽ ഹനുമാൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഒന്ന്. ഹനുമാൻ ഇതിനൊക്കെ ശക്തിയുണ്ടെന്ന് ജാമ്പവാൻ അറിയാം. പക്ഷെ അദ്ദേഹത്തിന് ഈ ഹനുമാർക്ക് സ്വന്തം ശക്തിയെപ്പറ്റി എപ്പോഴും ബോധ്യം ഉണ്ടാവണമെന്നില്ല. കാരണം അദ്ദേഹത്തിന് മഹർഷിമാരുടെ ശാപം ഉണ്ടായിരുന്നു നോക്കിയാൽ വേറെ പുരാണങ്ങൾ വേറെ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇദ്ദേഹം കുട്ടിയായിരുന്ന കാലത്ത് വാനരനാണല്ലോ, വാനര ചാബല്യം കൊണ്ട് ആശ്രമങ്ങളിലൊക്കെ ചെന്നിട്ട് ഋഷികൾക്ക് ധാരാളം തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി. വെണ്ണയും പാലും ഭക്ഷണ സാധനങ്ങളൊക്കെ കവർന്നു കൊണ്ടുപോവുക, അവിടെ ഇവിടെയും കഴിപിടിച്ച് വസ്തുക്കളൊക്കെ വലിച്ചെറിയുക. വാനര ചാബല്യം കൊണ്ടുള്ള ബുദ്ധിമുട്ട് സഹിക്കവയ്യാതെ ഋഷികൾ നിനക്ക് സ്വന്തം ശക്തിയെപ്പറ്റി ഓർമ്മയില്ലാതെ ഓട്ടെ എന്ന് ശപിച്ചു എന്നാണ്. അത് ഈ സന്ദർഭത്തിൽ ഇവിടെ പറയുന്നില്ല. ഏതായാലും അങ്ങനെ ശപിച്ചപ്പോൾ പിന്നീട് അവർക്ക് ഓർമ്മ വന്നു, ത്രേതായുഗത്തിൽ സാക്ഷാൽ ഭഗവാൻ രാമനായിട്ട് അവതരിക്കും. അന്ന് രാവണനായിട്ടുള്ള സംഘർഷത്തിൽ ഈ കവികളാണ് രാമന് വലിയ സഹായം ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ അതിൽ പ്രമുഖനായിരിക്കുന്ന ഹനുമാനെ നമ്മൾ ശപിച്ചാൽ അത് ദേവകാര്യത്തിന് വിഘ്നമാവും എന്ന് വിചാരിച്ചിട്ട് അവർ ശാപമോക്ഷമായിട്ട് പറഞ്ഞു, ആരെങ്കിലും തൻ്റെ വീര്യത്തെക്കുറിച്ച് ഹനുമാനെ ഓർമ്മിപ്പിച്ചാൽ അയാൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും ആ ശക്തിയെക്കുറിച്ചുള്ള ബോധ്യമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അറിയുന്ന ആളാണ് ജാമ്പവാൻ. അതുകൊണ്ട് ജാമ്പവാൻ ഹനുമാനെ സമീപിച്ചിട്ട് ഹനുമാനോട് പറയുകയാണ്, അങ്ങ് എന്താണ് മിണ്ടാതിരിക്കുന്നത്, അങ്ങ് ഇതിനൊക്കെ യോഗ്യനാണെന്ന് പറഞ്ഞിട്ട് അയാളെ പ്രോത്സാഹിപ്പിക്കാൻ. ഇങ്ങനെ ഒരാളുടെ ഉള്ളിലുള്ള ശക്തിയെ പ്രോത്സാഹിപ്പിക്കുക, അയാൾ അതിനെ സന്നദ്ധനാക്കി തീർക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അത്തരം കോൺഫിഡൻസ് ഉണ്ടാവുന്നതാണ്. നമ്മൾ മഹാഭാരതത്തിൽ കാണാം, ശല്യര് കർണൻ്റെ ശക്തിയൊക്കെ കുറയ്ക്കാതെ വേണം കർണൻ്റെ തേരാളിയായിരുന്നിട്ട് ദുര്യോധനന് വേണ്ടിയിട്ട് കർണനെ നിരന്തരം അപഹസിക്കുകയും അയാളെ വീര്യം കെടുത്താതൊക്കെ വേണം അയാൾ അധിക്ഷേപിക്കുക ചെയ്യുന്നത്. അപ്പോൾ കർണൻ സ്വയം വീര്യവാനൊക്കെ ആണെങ്കിലും ഈ നിരന്തരമായ അധിക്ഷേപം നീ ഒന്നിനും കൊള്ളില്ല, നീ അർജുൻ്റെ നേർക്ക് നിൽക്കാൻ കൊള്ളാവുന്നവല്ല, അർജുൻ്റെ ബുക്ക് ഇട്ട് കഴിഞ്ഞാൽ നിൻ്റെ വീര്യമൊക്കെ നമ്മൾ അവസാനിക്കുന്നൊക്കെ നിരന്തരം പറഞ്ഞിട്ട് അയാളുടെ ശക്തി കുറയ്ക്കുക ചെയ്തു. ഇത് രണ്ട് തരം സമീപനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും ഒരാളുടെ വീര്യത്തെ വർദ്ധിപ്പിക്കുകയും അയാളുടെ ദാക്ഷ്യത്തെ, അതായത് സാമർഥ്യത്തെ വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് അർത്ഥം. അത് കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതായാലും ഹനുമാൻ്റെ അടുത്ത് ചെന്നിട്ട് ജാമ്പവാൻ പറയുന്ന വാക്കുകൾ കേൾക്കാം. ജാമ്പവാൻ അങ്കദനോട് അവസാനം പറഞ്ഞെന്താണ്, ആർക്കാണോ ഇതൊക്കെ ചെയ്യാൻ കഴിയുക അയാളെ ഞാൻ സംചോദയാമാസ ഹരിപ്രവീരോ ഹരിപ്രവീരം ഹനുമന്തമേവ. വാനരൻ എന്നുള്ളതിൽ ഹരി എന്ന് പറയുന്നത് ഹരിപ്രവീര, വാനരന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ആ ജാമ്പവാൻ മറ്റൊരു വാനശ്രേഷ്ഠനായ ഹനുമാനെ പ്രചോദിച്ചു എന്നാണ്. അങ്കദനോട് ജാമ്പവാൻ പറയുന്നത്, തസ്യതേ വീര്യകാര്യസ്യാനഹിഞ്ചിൽ പരിഹാസ്യതേ ഏഷ സംചോദയാമ്യേനം യക്കാര്യം സാധയിഷ്യതി. ഏതൊരാളാണോ നമ്മളെ കാര്യം സാധിക്കാൻ തക്കോളം പ്രാപ്തനായിട്ടുള്ളത് അയാളെ ഞാൻ പ്രേരിപ്പിക്കാം.
അയാളെ ഈ ക്രിയയ്ക്ക് വേണ്ടി ഞാൻ ഒരുക്കാം എന്നാണ് ജാമ്പവാൻ പറഞ്ഞത്. എന്നിട്ട് ആ ഹനുമാൻ്റെ അടുത്ത് ചെന്നു. ആയിരക്കണക്കിന് കവിയുണ്ടല്ലോ, അവരിങ്ങനെ പതുക്കലായി കൂടി നിൽക്കുകയാണ്. എന്നിട്ട് ജാമ്പവാൻ സമുദീക്ഷൈവം ഹനുമന്തമഥാം ബ്രവിൽ വീരവാനരലോകസ്യ സർവശാസ്ത്രവിലാം വരാ തൂഷ്ണീമേകാന്തമാശ്രിത്ത ഹനുമാൻ കിം ന ജൽപ്പസീം. അതിനടുത്ത് എന്ന് ചോദിച്ചു, അങ്ങ് മഹാവീര്യവാനായിരിക്കുന്ന ആളാണ്, സർവ്വശാസ്ത്രങ്ങളും പഠിച്ചിട്ടുള്ള ആളാണ്, അങ്ങ് തൂഷ്ണി നിശബ്ദനായിരിക്കും, ഒന്നും പറയാതെ ഇരിക്കുന്നത് എന്താണ്, അങ്ങ് എന്താണൊന്നും പറയാത്തത്? വലിയൊരു പ്രതിസന്ധിയിലാണല്ലോ ഈ വാനരക്കൂട്ടം ചെന്ന് വിട്ടിട്ടുള്ളത്. ആ സമയത്ത് അങ്ങ് ബുദ്ധിമാനും സർവ്വം അറിയുന്നവനായ അങ്ങ് എന്താണ് മിണ്ടാത്തത്? ഹനുമൻഹരിരാജസ്യ സുഗ്രീവസ്യ സമോഹ്യസി രാമലക്ഷ്മണയോ ചാവി തേജസാജബലേനജ അരിഷ്ടനേവിന പുത്രോ വൈനവേയോ മഹാബല ഗരുഡ്മാനിവ വിഖ്യാത ഉത്തമ സർവഭക്ഷിണം. എന്നിട്ട് ഹനുമാൻ്റെ വീര്യത്തെ ഉയർത്താൻ വേണ്ടി പറയാണ്, ആ പക്ഷിശ്രേഷ്ഠനായ ഗരുഡനെ പോലെ ബലവും വീര്യവും സാമർഥ്യമൊക്കെയുള്ള ആളാണ് അങ്ങ് എനിക്കറിയാം, അങ്ങനെയുള്ള അങ്ങ് എന്താണ് ഉണ്ടാത്തതെന്നാണ്. ബഹുശോഹിമയ ദൃഷ്ട സാഗരേ സാ മഹാബല. ആ മഹാബലവാനായിരിക്കുന്ന ഗരുഡനെ ഞാൻ സമുദ്രത്തിൽ മത്സ്യങ്ങളൊക്കെ പിടിച്ചു തിന്നാൻ വേണ്ടി വന്നതായിട്ട് ഞാൻ എത്രയോ കണ്ടിട്ടുള്ളതാണ്. അതിന് വെക്കാളും തുല്യനായിരിക്കുന്ന ബലമുള്ള ആളാണ് അങ്ങ്, അങ്ങെന്താണ് ഉണ്ടായിരിക്കുന്നത്? ഹനുമാനെ പഴയ കഥകൾ ഓർമ്മിക്കാൻ അങ്ങ് സാക്ഷാൽ പുഞ്ചികസ്ഥലി എന്ന് പറയുന്നൊരു അപ്സരസ് ഉണ്ടായിരുന്നു. ആ അപ്സരസ് അഞ്ജന എന്നുള്ള പേരിൽ കേസരി എന്ന വാനരൻ്റെ ഭാര്യയായി തീർന്നു. ഒരിക്കൽ സാക്ഷാൽ വായുദേവൻ അവളുടെ സൗന്ദര്യാശയങ്ങളും ശരീരശോഭയും ഒക്കെ കണ്ട് അകപ്പാടെ കാമാകുലനായിട്ട് അവളെ പ്രാപിച്ചു. വെച്ചാൽ മനസ്സുകൊണ്ട് പ്രാപിച്ചതാണ്. തസ്യാ വസ്ത്രം വിശാലാക്ഷ്യ പീതൻ രക്തദശം ശുഭം സ്ഥിതായ പർവ്വതസ്യാഗ്രേ മാരുതോ അപാഹരക്ഷനൈഹി എന്നൊക്കെയാണ്. കാർമേഘം നല്ല പട്ടെടുത്ത് രൂപയൗവനശാലിയായി മനുഷ്യരൂപം കൊണ്ട അവൾ, അഞ്ജന വാനര സ്ത്രീയാണ്, അവൾ മനുഷ്യരൂപം കൊണ്ട് അവൾ നിൽക്കുന്ന സമയത്ത് വിലപ്പെട്ട പട്ടു കൊടുത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മാരുതൻ സാക്ഷാൽ വായുദേവൻ അവളുടെ ഈ വസ്ത്രങ്ങളൊക്കെ സ്ഥാനത്ത് നിന്ന് പറത്തി കളഞ്ഞതാണ്. അപ്പോൾ അവളുടെ ആ ശരീരശോഭമൊക്കെ വ്യക്തമായി. സദ്ദശതസ്യാവൃത്ത ഊരൂസു സംഹതവും സ്തനൗജ പീനൗ സംഹിതവും. തടിച്ചതായ സ്തനഭാരങ്ങൾ, കൊഴുത്തതായ തുടകൾ, ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം കാമാകുലനായി. ആ കാമാകുലനായിട്ട് അവളെ സർവാംഗസുന്ദരിയെ കണ്ട് കാമോഹിട്ട് സുദീർഘമായ കൈകൾ കൊണ്ട് കെട്ടിപ്പിടുന്നതൊക്കെയാണ്. അവളാകട്ടെ ആപ്പാടെ സമൃദ്ധിയായി. അപ്പോൾ ഈ വായുദേവൻ പറഞ്ഞു, അല്ലയോ സുശ്രോണി, ഞാൻ നിനക്ക് അപമാനം ഉണ്ടാക്കില്ല, മനസ്സുകൊണ്ടാണ് ഞാൻ നിന്നിൽ ചേർന്നത്, നിന്നെ പുണർന്നത്, അതുകൊണ്ട് നീ ബുദ്ധിമാനായ ഒരു മകൻ നിനക്കുണ്ടാവും, നീ പരിഭ്രമിക്കുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ അവൾ കേസരിയുടെ ഭാര്യയാണല്ലോ, അതുകൊണ്ട് കേസരി തനയനായിട്ടാണ് ഹനുമാൻ പുറത്തു വന്നതെങ്കിലും യഥാർത്ഥത്തിൽ വായുവിൻ്റെ തേജസ്സൊക്കെ അദ്ദേഹത്തിനുണ്ട് എന്ന് പറയാൻ. ഈ കുട്ടിയാകട്ടെ ജനിച്ച ഉടനെ അമ്മ അയാളെ വിട്ടുപോയി. ഇവിടെ പറയുന്നത് ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടിട്ട് നല്ല ചുവന്നൊരു കായാന്ന് വിചാരിച്ചു ഹനുമാൻ എഴുന്നേറ്റ് ചാടിയതാണ്. ജനിച്ചിട്ട് ഉടനെ തന്നെ ചെയ്ത ഒരു ധീരകൃത്യം. ലോകം മുഴുവൻ ഞെട്ടിപ്പോയി. ഇന്ദ്രനാകട്ടെ സൂര്യനെ പിടിച്ചു തിന്നാന്നൊക്കെ വരുന്ന ഈ കുട്ടിക്കൊരകനെ തൻ്റെ വജ്രായുധം കൊണ്ട് എറിഞ്ഞു വീഴ്ത്താൻ നോക്കി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ താടിയിൽ മുറിഞ്ഞു, വലിയ താടി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹനുമാൻ എന്ന് പേരുണ്ടായിരുന്നത്. ഹനു എന്ന് പറഞ്ഞാൽ താടിയിലാണ്. തഥാ ശൈലാഗ്രശിഖരേ വാമോ ഹനുരഭജ്യത. ഹനുമാൻ എന്നറിയപ്പെടാൻ തുടങ്ങി, കവിൾത്തടം മുറിഞ്ഞു. അങ്ങനെയാണ് നീ ഹനുമാൻ എന്ന് പേരുള്ളവനായി തീർന്നതെന്നൊക്കെ ജാമ്പവാൻ പറഞ്ഞു. ചുരുക്കത്തിൽ ഇന്നലെ ജന്മം തന്നെ കേമാണ്. സാക്ഷാൽ വായുദേവൻ്റെ അംശമായി ജനിച്ചവനാണ്. വായുവിന് അപ്രതിഹതമായ തേജസ്സും ശക്തിയും ഉണ്ടല്ലോ, വലിയ വൃക്ഷങ്ങളൊക്കെ വീഴ്ത്താതൊക്കെ വേണം. എന്ന് മാത്രമല്ല ബ്രഹ്മാവ് നിനക്ക് വരവും തന്നിട്ടുണ്ട്. പ്രസാദിതേച പവനേ ബ്രഹ്മാതുഭ്യം വരന്തതവും അശസ്ത്രബദ്ധ്യതാന്താത സമരേ സത്യവിക്രമം. സത്യവിക്രമമായതിനെ അസ്ത്രങ്ങൾ കൊണ്ട് ആർക്കും വധിക്കാൻ കഴിയില്ല. ബ്രഹ്മാവ് വരം തന്നിട്ടുണ്ട്. സ്വച്ഛന്തതസ്ഥ മരണം തപസ്യാതിഥി വൈ പ്രഭോ. നിൻ്റെ ഇഷ്ടപ്രകാരമേ നീ മരിക്കുള്ളൂ എന്നർത്ഥം. വേറൊരാൾക്ക് ഇതിനെ കൊല്ലാനും കഴിയില്ല എന്നാണ്. അപ്പോൾ അത്രയധികം പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ, വേണം തോന്നുമ്പോൾ മാത്രമേ മരിക്കുള്ളൂ. അത്രയധികം വരം ഉള്ള ആളാണ്. അതുകൊണ്ട് നീ ഔരസപുത്രനായ മാരുതൻ്റെ, സാക്ഷാൽ വായുദേവൻ്റെ ഔരസപുത്രനായ നീ അയാൾക്ക് തുല്യനാണ്. അതുകൊണ്ട് നിനക്ക് മാത്രമേ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കി തരാൻ കഴിയുള്ളൂ. ചുരുക്കത്തിൽ
ഈ ഹനുമാന് സമുദ്രം ചാടിക്കിടക്കാൻ കഴിയുമെന്ന് ബോധിപ്പിക്കുകയാണ്. ഇങ്ങനെ സ ഇതാനീമകം വൃദ്ധാവരീരപരാക്രമ. അപ്പോൾ ജാമ്പവാൻ മോശക്കാരാണ്. ജാമ്പവാൻ പറഞ്ഞു, ഞാനിപ്പോൾ വൃദ്ധനായതുകൊണ്ടാണ്, അതുകൊണ്ട് അങ്ങ് ചെയ്യൂ, ഉത്തിഷ്ഠ ഹരിശാന്തൂലാലങ്കസ്വഹാർണവം, ഇവിടെ എഴുന്നേറ്റിട്ട് ഈ വലിയ സമുദ്രത്തെ ചാടിക്കിടക്കൂ, അതിനൊക്കെ അങ്ങയ്ക്ക് സാധിക്കും. അതിലെ എല്ലാ വാനന്മാരും ആ പാടെ വിഷ്ണുരായി നിൽക്കുകയാണ്. അതുകൊണ്ട് വിക്രമസ്വഹാവേഗ വിഷ്ണുസ്തയും വിക്രമാനിവ. ആ വിഷ്ണു കൊണ്ട് വാമനാവതാരത്തിൽ 3 അടി കൊണ്ട് ലോകം മുഴുവൻ നടന്നതുപോലെ അങ്ങ് എഴുന്നേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ തൻ്റെ ബലവീര്യപരാക്രമങ്ങളെക്കുറിച്ചൊക്കെ സ്തുതിച്ച് പറയുകയും തനിക്ക് സാക്ഷാത് വായുദേവൻ്റെ ബലമൊക്കെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഹനുമാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. തഥ കവീനാമൃഷഭേണ ചോദിത പ്രതീത വേഗ പവനദ്ബല കവി പ്രഹർഷയം സ്ഥാം ഹരിവീരവാഹിനിം ജകാരരൂപം മഹദാത്മനസ്തദാ. അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അതിൻ്റെ ശരീരം കുടഞ്ഞു, അതിൻ്റെ എല്ലാതരത്തിലുള്ള ശോകവും കുടഞ്ഞു കളഞ്ഞിട്ട് അതിഗംഭീരമായ സ്വരൂപത്തോടു കൂടി നിന്നു. മഹാബലനായ ഹനുമാനെ കണ്ടപ്പോൾ വാനരന്മാരെ ദേശത്ത് സ്തുതിച്ചു. അവിടെ വലിയ സന്തോഷമുണ്ടായി. തം ദൃഷ്ട്വാ ഗൃംഭമാണന്തേകമിതും ശതയോജനം വേഗേനാവൂര്യമാണഞ്ച സഹസാ വാനരോത്തമം. വാനരോത്തമനായ അദ്ദേഹം ഈ സമുദ്രം ചാടിക്കിടക്കാന്നൊക്കെ കൊണ്ട് നിന്നപ്പോൾ സഹസാ ശോകമുത്സൃജ്യ പ്രഹർഷേണ എല്ലാ വാനന്മാരും തങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് വിനേതു, അവർ സന്തുഷ്ടരായി തീർന്നു. അവരൊക്കെ കൂടിയിട്ട് ഹനുമാനെ സ്തുതിച്ചു. ഹനുമാനാകട്ടെ തൻ്റെ ശരീരമൊക്കെ വലുതാക്കി നിർത്തിയിട്ട് സംസ്തൂയമാനോ ഹനുമാൻ വ്യവർദ്ധത മഹാബലാം. തൻ്റെ രൂപം വളരെ വലുതാക്കി നിർത്തും. അത്രയും കഴിവുകൂടിയുള്ള ആളാണ് ഹനുമാൻ. രൂപം വലുതാക്കാനും ചെറുതാക്കാനൊക്കെ കഴിയും. ആ ഗംഭീരമായ രൂപത്തോടു കൂടി നിന്നു. യഥാ വിജൃംഭത്തെ സിംഹോ വിപത്തെ ഗിരിഗഹ്വരെ മാരുതസ്യ ഔരസപുത്ര തഥാ സമ്പ്രതി വിജൃംഭത്തെ. വലിയ ഗഹ്വരത്തിൽ ഗുഹയിൽ സിംഹം വിജൃംഭിക്കുന്ന പോലെ വിജൃംഭിച്ചു. എന്നിട്ട് അതുല്യമായ രൂപം കൈക്കൊണ്ട് അവിടെ നിന്നു. എന്നിട്ട് ഹനുമാൻ അവരോട് പറഞ്ഞു, ആരുജൻ പാർവതാഗ്രാണി ഹുതാശന സഖോനില. അപ്പോൾ ഇതൊക്കെ ഒരു തരം അഹങ്കാരമോ ആത്മപ്രശംസയൊക്കെ പോലെ തോന്നുമെങ്കിലും അത് തനിക്കിതിനൊക്കെ സാധിക്കുമെന്ന് ആത്മവീര്യം ഉണ്ടാക്കാൻ വേണ്ടി തന്നോട് തന്നെ പറയാൻ. ഞാൻ എന്ത് ചെയ്യുക, ഇവർ കേൾക്കാൻ പറയാണ്, ഞാൻ ഹുതാശന സുഹൃത്താണ്. ഹുതാശന അഗ്നിയാൻ, അഗ്നിൻ്റെ സുഹൃത്താണല്ലോ കാറ്റ്. കാറ്റടിക്കുമ്പോൾ അഗ്നി വർദ്ധിക്കും. അപ്പോൾ രണ്ടുപേരും സൗഹൃദമുള്ളവരാണ്. അതുകൊണ്ട് ആ ഹുതാശന സുഹൃത്തായ അനിലൻ്റെ മകനാണ്. അനിലൻ്റെ കാറ്റ്, അനലൻ വെച്ചാൽ അഗ്നിയും. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യുന്നില്ലേ, ദ്രുതഗമനത്തിൽ വളരെ വായുവിനെ പോലെ പ്രധാനനാണ്. എൻ്റെ കൈവീശലിൻ്റെ ഊക്കുകൊണ്ട് തന്നെ പർവ്വതങ്ങളും നദികളുമൊക്കെ ഇളകി മറിയും. സമുദ്രത്തിലേക്ക് എനിക്ക് വേണമെങ്കിൽ ഇളകി മറിയുന്ന ഈ ഭൂമിയെ തന്നെയും സമുദ്രത്തിൽ മുക്കാൻ എനിക്ക് സാധിക്കും. എൻ്റെ തുടകളുടെയും കണക്കാലുകളുടെയും വേഗത്തിലുള്ള ചലനം കൊണ്ട് തന്നെ വൃക്ഷങ്ങളൊക്കെ വീഴും എന്നൊക്കെ കേമായിട്ട് പറയാൻ. ഉദയാൽ പ്രസ്ഥിതം ഭാവി ജലന്തം രശ്മിമാലിനം അനസ്തവിധം ആദിത്യമഹം ഗന്ധും സമുത്സുഖേ. ഉദയം മുതൽ ജ്വലിക്കുന്ന അംശുമാലി സൂര്യനെ പോലും മറന്നു കിടന്നു പോകാൻ എനിക്ക് സാധിക്കും എന്നൊക്കെ കേമായിട്ട് പറഞ്ഞു. ആകാശം എൻ്റെ ഗതിമാർഗം സ്വാതിനക്ഷത്രത്തിൻ്റെ മാർഗം പോലെയാവും. അതുകൊണ്ട് എൻ്റെ ശക്തിക്കനുസരിച്ച് യഥാർത്ഥത്തിൽ ആ ഗരുഡനോ മറ്റോ പോലും ശക്തിയില്ല എന്നാണ്. ഇതൊക്കെ എന്തിനാണ് പറഞ്ഞത്, തനിക്ക് തന്നെ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നോട് തന്നെ പറയുന്നതായിട്ട് കരുതിയാലും മതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഊക്കിൽ 10,000 യോജന പോലും ചാടിക്കളയാതെ എനിക്ക് വിചാരമുണ്ടെന്നാണ്. ഇവിടെ ആ പാട് 100 യോജനയൊക്കെ ഉള്ളൂ. അഹം രക്ഷ്യാമി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, അവിടെ ചെന്നിട്ട് ബുദ്ധ്യാചാഹം പ്രവശ്യാമി മനശ്രേഷ്ഠാച മേ തഥാ അഹം രക്ഷ്യാമി വൈദേഹിം പ്രമുദത്വം അഹംഗമ. അല്ലയോ, അവിടെ വാനന്മാരെ സന്തോഷിച്ചോളൂ, ഞാൻ ആ സീതയെ കണ്ടുപിടിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഈ ഭൂമിക്ക് എൻ്റെ ഊക്ക് താങ്ങാൻ കഴിയില്ല, മേലോട്ടേ കുതിച്ച് ചാടുമ്പോൾ. അതുകൊണ്ട് ഈ പർവ്വതത്തിന് മേലെ കയറി നിന്നിട്ട് ചാടാമെന്ന് പറഞ്ഞിട്ട് മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മേലെ കയറി അവിടെ നിന്നാണ് അങ്ങോട്ടേക്ക് ചാടാൻ പുറപ്പെടുന്നത്. ആ ചാട്ടങ്ങളൊക്കെ അടുത്ത കാണ്ഡത്തിൽ സുന്ദരകാണ്ഡത്തിലാണ് വിസ്തരിക്കുക. ഇവിടെ പറയുന്നത് എന്താണ്, അദ്ദേഹം അവിടെ നിന്നു. ഹരിപ്രവീര സവേഗവൻ വേഗസമാഹിതാത്മാ ഹരിപ്രവീര പരവീര ഹന്ത. ശത്രുക്കളൊക്കെ ഉടയ്ക്കാൻ കഴിയുന്നവനായ ശത്രു വീരന്മാരായിരിക്കുന്ന ശത്രുക്കളൊക്കെ ഇല്ലാണ്ടാക്കാൻ മനസ്സമാധായ മഹാനുഭാവോ. മനസ്സുകൊണ്ട് തന്നെ ലങ്ക എത്തിക്കഴിഞ്ഞപ്പോഴേക്കുന്ന ജഗാമലങ്കം മനസാ മനസ്വീ. ആ മഹേന്ദ്രപർവ്വതത്തിൽ കയറി ചാടാനായിട്ട് മനസ്സുകൊണ്ട് ഒരുങ്ങി, മനസ്സുകൊണ്ട് ലങ്കയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടാണ് കിഷ്കിന്ധാകാന്ഡം സമാപിച്ചു. ഇനി സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ്റെ
അത്ഭുത പരാക്രമങ്ങളും വേറൊരാൾക്കും സാധിക്കാത്ത വിധത്തിൽ വായുവേഗത്തിൽ സമുദ്രത്തിന് മേലെ കൂടി പറക്കുന്നതും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പ്രലോഭനങ്ങൾ, ഭീഷണികൾ, വെല്ലുവിളികൾ അതൊക്കെ നേരിട്ടിട്ട് ലങ്കയിലേക്ക് എത്തുന്ന കഥകളാണ് ഇനിയുള്ള ഭാഗത്തുള്ളത്. അതൊക്കെ തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം. തൽക്കാലം ഇന്നത്തെ പ്രഭാഷണം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.